ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വഴി നിയമനങ്ങൾ നഷ്ടമാകില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനായി മെയ് 2-ന് NCERT രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗം വിളിച്ചതായും മന്ത്രി. എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും നിലവിലുള്ള പദവികൾക്ക് മാറ്റം വരുത്താതിരിക്കാനുള്ള ശ്രമവും വകുപ്പിൽ നിന്നുണ്ടാകും. ദേശീയ സിലബസിന് സമാനമായി സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാക്കൽ, എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം PSCക്ക് വിടൽ തുടങ്ങിയ ഒട്ടേറെ ശുപാർശകളാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഖാദർ കമ്മിറ്റിയിലെ നിർദ്ദേശപ്രകാരം റൂളുകൾ നടപ്പിലാക്കുമ്പോൾ അധ്യാപകർക്കും മറ്റ് അധ്യാപക ജീവനക്കാർക്കും ആശ്വാസകരമാകുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. 16 വർഷത്തിന് ശേഷമുള്ള കഥകളാകെ മാറുകയാണല്ലോ, പുതിയ യുഗമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിജ്ഞാനങ്ങളാണ് തന്നെയാണ് പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ളത്. ഇടത് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ എതിർപ്പുകളിൽ കൈപൊള്ളുന്ന ശുപാർശകൾ സർക്കാർ തൊടുമോ എന്നതിൽ വ്യക്തത കുറവുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 സർക്കാരിനുള്ള എതിർപ്പ് നിലനിൽക്കുമ്പോഴും പൊതുവിദ്യാഭ്യാസത്തിലെ പ്രധാന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലും ദേശീയ നയത്തിന് സമാനമായ കൂട്ടിച്ചേർക്കലുകളുണ്ട്. അതേസമയം ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനായി അടുത്ത മാസം 2-ാം തീയതി NCERT രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ മന്ത്രിമാരെയും യോഗം വിളിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.